5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 5 ദിവസങ്ങൾ കൊണ്ട് 50 കോടി ക്ലബിൽ. അങ്ങനെ വെറും 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ 50 കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം രംഗണ്ണൻ. അങ്ങനെ വിളയാട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രംഗണ്ണൻ അഴിഞ്ഞാടിയപ്പോൾ മറ്റെല്ലാ ചിത്രങ്ങളും നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ഒരു ഫഹദ് വിസ്മയം തന്നെയാണ് തിയേറ്ററിൽ നമ്മൾ കാണുന്നത്. ചെറിയ പെരുന്നാളും വിഷു മാർക്കറ്റ് ലക്ഷ്യമിട്ട് തിയേറ്ററുകളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ സിനിമകൾ തമ്മിൽ വാശിയേറിയ ബോക്സ് ഓഫീസ് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സിനിമകൾക്കും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അതിലൊരുപടി മുകളിൽ നിൽക്കുന്ന സിനിമയാണ് രംഗണ്ണന്റെ, നമ്മുടെ സ്വന്തം ഫഹദിന്റെ ആവേശം എന്ന ചിത്രം. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശമാണ് ബോക്സ് ഓഫീസ് കണക്കുകളിൽ ഒന്നാമനായി ഇപ്പോഴും തുടരുന്നത്. 6ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോഴും ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷനുമായി തൊട്ടടുത്ത ഒപ്പം നിൽക്കുന്ന വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രത്തിനേക്കാൾ 5-6 കോടി രൂപയുടെ വ്യത്യാസത്തിലാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു മുന്നേറ്റം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ 100 കോടി ക്ലബിലേക്ക് രംഗണ്ണൻ നടന്നെടുക്കും. തട്ടത്തിന് പറയത്ത്, ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ ചിത്രങ്ങളുടെ ക്ലാഷിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് ഇത്തവണ വർഷങ്ങൾക്ക് ശേഷം വിഷു വിന്നറാകുമെന്ന് വർഷങ്ങൾക്ക് ശേഷത്തിൽ നായകനായി അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസൻ ആദ്യ ദിനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആവേശം ബോക്സ് ഓഫീസ് തൂക്കുന്ന കാഴ്ചയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ആദ്യ ദിനങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം ലീഡ് ചെയ്തപ്പോൾ പിന്നീടുള്ള എല്ലാ ദിവസവും ആവേശം കത്തിക്കയറുന്നതാണ് നമ്മൾ കണ്ടത്. റിലീസ് ചെയ്ത് 5 ദിനങ്ങൾ കൊണ്ട് ആവേശം 50 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ചേർക്കുമ്പോൾ ആവേശത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 55 കോടിക്ക് മുകളിലേക്ക് പോകും. 4 ദിവസങ്ങൾ കൊണ്ട് 42.5 കോടി രൂപയാണ് ആവേശം വേൾഡ് വൈഡ് കളക്ഷനായി നേടിയത്. എന്നാൽ 5ാം ദിവസം വലിയ ഞെട്ടിക്കുന്ന ഒരു മുന്നേറ്റമാണ് ചിത്രം കാഴ്ചവെച്ചത്. 50 കോടി ക്ലബിലെത്തുന്ന അടുത്തൊരു ചിത്രമായി അത് മാറുകയായിരുന്നു. 6ാം ദിനത്തിൽ 50 കോടി ക്ലബിൽ നിസ്സംശയം ചിത്രം നടന്നെടുക്കുകയായിരുന്നു. ബുക്ക് മൈ ഷോയിലും ആവേശത്തിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഏതായാലും രംഗണ്ണന്റെ വാഴ്ച തുടരുകയാണ്. അദ്ദേഹം തേർവാഴ്ച നടത്തുകയാണെന്ന് വേണമെങ്കിൽ കരുതാം. അത്ര മനോഹരമായിട്ട് തന്നെ രംഗണ്ണം വൈബ് കേരളക്കരയാകെ ആഞ്ഞടിക്കുകയാണ്. ഏപ്രിൽ 11 തുടങ്ങിയ ആ കൊടുങ്കാറ്റ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പോലും ടിക്കറ്റ് കിട്ടാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഇന്നലെയാണ് ഈ സിനിമ രണ്ടാമത് ഞാൻ കണ്ടത്. രണ്ടാമത് കാണാൻ വേണ്ടി പോലും 2 ദിവസം മുമ്പേ, അതും സെക്കൻഡിന് ബുക്ക് ചെയ്ത് വെക്കേണ്ട അവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ആദ്യ ദിനം തന്നെ ഈ സിനിമ കണ്ടത് രാത്രി സ്പെഷ്യൽ ഷോക്കാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോഴാണ് ഈ സിനിമയുടെ ആ വൈബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും കേരളക്കര ആ ചിത്രത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല തമിഴ്നാട്ടിലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ആ ഒരു ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല തെലുങ്കിലും ഫഫയ്ക്ക് വലിയ ആരാധകർ ഉള്ളതാണ്. തെലുങ്കിലും ഈ ചിത്രം വലിയ രീതിയിൽ തന്നെ ആളുകളെ സ്വീകരിപ്പിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ആളുകളെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല കർണാടകയിലും ഈ ചിത്രം വേണ്ട രീതിയിലുള്ള കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സിന്റെ തൊട്ട് പുറകിൽ വന്നു നിൽക്കുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയതിനേക്കാൾ സ്പീഡിൽ തന്നെ ഒരുപക്ഷെ 200 കോടിക്കടുത്ത് ഈ ചിത്രം നേടിയാലും അത്ഭുതപ്പെടാനില്ല. ഫുൾ ആൻഡ് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് രംഗണ്ണൻ ഷോ തന്നെ കാണാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോകാം, ടിക്കറ്റ് എടുക്കാം. കുട്ടികളോടും കുടുംബത്തോടൊപ്പം തന്നെ ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു ഗംഭീര എന്റർടൈനർ ആയിട്ട് തന്നെയാണ് സിനിമ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷമല്ല ഈ വർഷത്തെ വിഷു വിന്നർ. 2024 വിഷു തൂക്കിയിരിക്കുന്നത് രംഗണ്ണനും പിള്ളേരുമാണ്. എടാ മോനെ, അത് കലക്കം തന്നെയാണ് ആ ഡയലോഗ് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ചിത്രം 55 കോടിക്കടുത്ത് കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുന്ന നിമിഷത്തിൽ തന്നെ ഇന്നത്തെ കണക്ക് കൂടി പുറത്തു വരും. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 17/4/2024 കണക്ക് കൂടി പുറത്തു വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വീഡിയോ കാണുക നാളെയായിരിക്കാം. ഒരു കാര്യം ഉറപ്പിക്കാം, 60 കോടിക്കടുത്ത് ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.